ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് വൺ ബ്ലോക്കാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നതാണ്. അതുകൊണ്ട് ഇവിടുന്ന് തൊട്ട് തുടങ്ങാം. ഇതൊന്ന് ഒരു വലിയ മരമുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ഷ്രൂം കവ് ഉണ്ട്. ഞാൻ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെത്തി എന്നാണ് തോന്നുന്നത്. തേർഡ് സ്റ്റേജിലും എത്തി. എനിക്കിപ്പോൾ എന്താണ് അത് കിട്ടും. അയണ് എനിക്കിപ്പോൾ മറ്റേ ഏജിലുള്ള അത് കിട്ടും. സ്റ്റോൺ ഏജിലെത്തി ഞാനിപ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ അയൺ സ്മെൽറ്റ് ചെയ്യാമല്ലേ? വരൂ, നമ്മുടെ ഒരു അയൺ സ്മെൽറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പനിയാണ്, അതുകൊണ്ടാണ് ഇത്രയും സൗണ്ട് കുറവ്. വേറൊന്നുമില്ല. നമുക്ക് സോർട്ട് ചെയ്യാം. മേരെ ഹലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം. എൻ്റെ മോനെ ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് വയ്ക്കാം. ഇനി ഉറങ്ങാം. രാത്രി ആർക്കാ ഇഷ്ടം? എൻ്റെ കാല് വന്നു ഗൈസ്. എൻ്റെ ഇപ്പോൾ മറ്റേ എൻ്റെ മെയിൻ സ്കിൻ ഇപ്പോൾ ഇല്ല. അതിന് നെറ്റ് വേണമായിരുന്നു ഗൈസ്. അപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം അറിയുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ മെയിൻ സ്ക്രീനിന് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ എന്തോ അതായി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റാബിറ്റ് സ്പോണാണ്. റാബിറ്റൊക്കെ ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ആയിരിക്കും ചിലപ്പോൾ. നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്താ പറഞ്ഞാൽ നിങ്ങളെങ്ങനെ ബെഡ് ഉണ്ടാക്കിയതിന്? ഷീപ്പൊക്കെ കിട്ടാൻ കുറേ കഷ്ടമല്ലേന്ന്. അപ്പോൾ ഗൈസ്, എൻ്റെ അടുത്ത് ഒരു ഷീപ്പ് ഉണ്ടായിരുന്നു, കുറേ പെറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഷ്രൂം കവിന് വേണ്ടി അതിനെല്ലാം കൊന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തൊരു ഷീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ഒരു വൂള് കിട്ടി. പിന്നെ ബാക്കിത്തെ 2 വൂള് സ്ട്രിങ് ഉണ്ടാക്കി. സ്ട്രിങ് കൊണ്ട് കാരണം വൂളുണ്ടാവില്ലേ, അത് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഈ അയൺ കൊണ്ട് വെച്ചിട്ട് വരാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഗോൾ എന്ന് അയൺ ആർമൽ ഉണ്ടാക്കാൻ കേട്ടോ. വിശക്കുന്നില്ല അല്ലേ? അയ്യോ, 2000 മരിച്ചുപോയ പിന്നെ താഴെ 2000 നമുക്ക് വേണം. അയൺ ഇപ്പം നമ്മുടെ അടുത്തുണ്ട്. ഒരു ബക്കറ്റ് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ബക്കറ്റ് നമ്മുടെ ആദ്യത്തെ ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് ഇവിടെ ഇടാം അല്ലേ? 5 ഇത് ഞാനിപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്നില്ല. ഷീപ്പൊക്കെ വരില്ല, അപ്പോൾ അതിൻ്റെ അകത്ത് കയറ്റണം, ഈ ഫെൻസിൻ്റെ അകത്ത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് സോറി ഗൈസ്, സോറി.
ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല ഗൈസ്. ഞാൻ മൈൻഡിൻ്റെ തന്നെ മൈൻഡാണ്. അതുകൊണ്ട് ഒന്ന് വിചാരിക്കില്ലേ. ഇനി ഗൈസ് നമുക്ക് എന്താണ് കുറച്ചും കൂടി അയനും എല്ലാം സാധനം കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്രിയേറ്റീവിൽ പോകുന്നത്? കാണിച്ചു തരാം. ക്രിയേറ്റീവിൽ പോകാനേ പറ്റില്ല ഗൈസ്. ഇതിൽ പറ്റില്ല ഗൈസ്. ഇത് 1 ബ്ലോക്ക് ഒന്നും പറ്റില്ല ഗൈസ്. ഇതിൽ ഇതുണ്ട്. പോയിട്ട് വരാം. ഹലോ ഗൈസ്, നിങ്ങൾ പോയപ്പോൾ തന്നെ എന്താ പറയുക. ഇനിയിപ്പോൾ പോയത് പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അടുത്ത് 2 അയൺ ഉണ്ടായിരുന്നുടാ, അത് വെക്കണമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഗ്രൈൻഡ് ചെയ്താലേ മുമ്പിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ പറ്റില്ല. ഇനി നമുക്കില്ലേ സ്റ്റോൺ വെക്കാം, അപ്പോൾ പെട്ടെന്ന് പൊട്ടില്ല. സൈഡിലുള്ള സ്റ്റോണൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഗ്രാസ് വരുമ്പോൾ നമുക്ക് ആകെ ചിലപ്പോൾ ഗ്രാസ് മറ്റേ ഗ്രാസ് ആവില്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സ്റ്റോൺ കഴിഞ്ഞു. സ്റ്റോണിൻ്റെ പ്രശ്നമില്ല ഇവിടെ. ഇനി മുമ്പിൽ പോകുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഒരു കൺജസ്റ്റഡ് ഏരിയ ഉണ്ടാക്കാം അല്ലേ. അയ്യോ പോയി. ചെറിയ ഒരെണ്ണം ഉണ്ടാക്കാം. ഞാൻ ഷവളെന്ന് തിരിച്ചുണ്ടാക്കി. ഏതാ പൊട്ടന്നെ ഞാൻ. ഇത് എന്താ ചെയ്യുക. ഇപ്പോൾ ക്രീപ്പർ പൊട്ടിയാലും നമുക്ക് കൂടുതൽ ബിൽഡൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഡോറ് കുറച്ചില്ല. ചത്തപ്പോൾ ഹെൽത്ത് എപ്പോഴും ഫുള്ളാക്കി വെക്കണം, അല്ലെങ്കിൽ 1 ഷോട്ട് ആവില്ലേ. ഇതും വെച്ചിട്ട് പിന്നെ ഡോർ വേണം. ഡോർ വയ്ക്കാം. ഫാൻസി ആവില്ല. ഫാൻസി മീനി നമ്മുടെ ഗ്രൈൻഡർ തന്നെ. താഴത്തെ ബ്ലോക്ക് പോയി ഇല്ല. ഗ്രാവിലൊക്കെ താഴെ വീണ്ടല്ലേ. ഇതിൻ്റെ താഴത്തെ ബ്ലോക്ക് പോയല്ലോ. നമുക്ക് ലൈറ്റിട്ട് വരാം താഴത്തെ ബ്ലോക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ഫാം വരില്ല. പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല അല്ലേ. ജസ്റ്റ് വെക്കണം. അയ്യോ കോഴി നമ്മുടെ 2 ഇതും കിട്ടി. അയ്യോ കോള് എവിടെയാ വെക്കുന്നത്? ഒരു പൊട്ടൻ തന്നെ കിട്ടി. നമ്മുടെ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാകാനായിട്ടുണ്ട് കേട്ടോ. പോയിരുന്ന അറിയില്ല അല്ലേ. നമ്മൾ ചെയ്യാൻ പോയ കാര്യം താഴെ ബ്ലോക്ക് വെക്കണ്ടേ. വാട്ടർ ബക്കറ്റ് ഇതിൻ്റെ അകത്ത്. ഇത് ഗ്രാവ. ഇത് വെക്കട അകത്തേക്ക് ഇനി ചിലപ്പോൾ വാട്ടർ തിരിച്ച് കിട്ടുമോ അറിയില്ലല്ലോ. എന്താ ചെയ്യാ.
വാട്ടർ അപ്പോൾ സ്റ്റോണൊക്കെ ആയി പ്രാവശ്യം. അപ്പോൾ കട്ടിയായിരിക്കും അത്. ഈ സ്റ്റോൺ വയ്ക്കല്ലേ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് കാണും. സൈഡിൽ മുറിച്ച് വെള്ളം വെച്ച് എന്നിട്ട് താഴോട്ടേക്ക് ചാടി. അയ്യോ പോകും. ആദ്യമല്ലേ നമുക്ക് ഈ വെള്ളം എടുത്തിട്ട് ചെസ്റ്റിനെ മാറ്റാം. അപ്പോൾ എന്താ പറയുക, സിമ്പിളാണ്. അല്ലെങ്കിൽ ചെസ്റ്റിൽ ബ്ലോക്ക് വയ്ക്കാനല്ല കഷ്ടമാണ്. നിങ്ങൾക്ക് അറിയും ഈ ബ്ലോക്കിൽ വെള്ളം വയ്ക്കാനുള്ള കഷ്ടമായിട്ട്. വെള്ളം ബ്ലോക്ക് ചെയ്താണ് ഗൈസായിരിക്കുന്നു. എല്ലാം വെച്ചിട്ട് ഇതെടുത്ത് ഇതും എടുത്ത് ഇത് വെച്ച് ഗൈസ് എൻ്റെ ഫാമിനെ പറ്റി മറന്നുപോയി. ഇപ്പോഴാണ് എന്താണ് ഒരു ഓർമ്മ വന്നത്. നമ്മൾക്ക് ഫാമില്ലേ, ഇതിൻ്റെ അടുത്ത് വെക്കാം. ഇത് വെച്ച് വാട്ടർ ബക്കറ്റ് എന്ത് ബക്കറ്റ് മാത്രമേ ഇത് വാട്ടർ ബക്കറ്റ് അല്ല. വാട്ടർ ബക്കറ്റ് ഗൈസ് നമുക്കിനി ഉറങ്ങാം. അല്ല നമ്മളെങ്ങനെ കിടക്കുന്ന, എങ്ങനെയോ ക്രോൾ മോഡിൽ പോയിട്ട് കിടക്കുക നമ്മൾ. ഇപ്പൊ വീണാർന്ന ഗൈസ്, വീണാർന്ന കാര്യം എന്ത് കഷ്ടാ. ഞാൻ അടുത്ത എപ്പിസോഡല്ലേ വീടും സ്ഥലമില്ലേ ഇതിനെ മൊത്തം വലുതാക്കും. നിങ്ങൾ ഗെയിമർ ഫ്ലീറ്റിനെ കാണാറുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഏകദേശം അയാളിനെ പോലെ ഉണ്ടാക്കാം. അല്ല അതെന്താ, അതാ ഒരു സോംബി ഇരിക്കുന്ന അവിടെ. അയ്യോ അവിടെ ലൈറ്റ് വെച്ചില്ല നമ്മൾ. അയ്യോ എന്ത് ചെയ്യും. സോംബി ഇങ്ങോട്ട് വാടാ. ആടാ കുഴപ്പമില്ല. ഇതൊരു സോംബി പോയല്ലോ. ഇതിലും കഷ്ടം തന്നെ. അല്ല ഇതിലെന്താ ഇതില് ഇവിടുത്തെ മാപ്പാണ് മിറ്റ് ചെയ്യാൻ.
നോക്ക്, ഞാൻ വിചാരിച്ചു നമ്മുടെ എല്ലാം സ്ഥലമില്ലേ ഇതൊക്കെ നമുക്ക് നോക്കാതെ എവിടെയെങ്കിലും ഐലൻഡ് ഉണ്ടോ, പോർട്ടുണ്ടോ, അപ്ഗ്രേഡ് ചെയ്യാം ഗായ്സ്. സെറ്റ് മോനെ. അപ്ഗ്രേഡ് ഐസ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഇതിന് ശബളമുണ്ടല്ലോ. ശബളമുണ്ട്. ഓ വുഡ്, എനിക്ക് വുഡ് ഇഷ്ടമാണ്. ഇതുകൊണ്ട് മറ്റേ ഇതുകൊണ്ട് 4 വുഡ് വെച്ചാൽ അതല്ലേ. ഇവിടെ മറ്റേ അത് ഇതിൻ്റെ സാപ്ലിങ് വേണമായിരുന്നു. ഡോഗ് ചേടാ ഡോഗിൻ്റെ കൂടെ നമ്മളടുത്താണ് ഇതൊരു ഫോണില്ല. പട്ടുകുട്ടീനെ അങ്ങനെ ടൈമിങ് നമുക്ക് അതിൻ്റെ അത് വലുതാക്കണം. അവിടെ ഇപ്പോൾ സോംബീസ് കാണും. എന്ത് ചെയ്യും? അവിടെ നിൽക്കാം. അല്ലെങ്കിൽ സർവൈവൽ എപ്പോൾ നിൽക്കലും സ്കെൽട്ടൻ്റെ ശല്യമായിരിക്കും. അത് ഇന്ന് മാത്രം ഒരു പട്ടിക്കുട്ടി കിട്ടിയപ്പോൾ ഒരു സ്കെൽട്ട പോലും വന്നില്ല. കിട്ടി. നമുക്ക് വേണ്ടിക്കും മനു ടേമായിക്കോടെ അവിടെ അവിടെ മുന്തറോ നീ കുറേ വേണ്ടത് മോനെ മോനെ കഴിക്കുന്നത്. അപ്പം നമ്മൾ പട്ടി നമ്മുടെ 3 പോലും അത് കേട്ടില്ലെങ്കിൽ ബാഡ് പോയി. നമ്മുടെ കൂട്ടുകാരൻ ഇതിനെ കുറിച്ച് ഇരിക്കണോട്ടോ. താഴെ പിന്നെ തന്നെ വിചാരിച്ചിട്ടാ.
ഇത് പഴയ വർഷനാണ്, ബണ്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഞാൻ ഇച്ചിരി മൈനിങ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഞാൻ എന്താ പറയുക, മൈനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയിട്ട് കാണിച്ചത് എന്തൊക്കെ നമ്മൾ ഗ്രെയിൻ ചെയ്തു. അപ്പോൾ കാണാം ഗായ്സ് നമുക്കിപ്പോൾ ഗോൾഡ് വെയിൻ എത്തി, ഗോൾഡ് കിട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയത് വെച്ചിട്ട് വെച്ചേ. അയൻ്റെ പിക്കാക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ക്രീപ്പർ വന്ന് എന്നെ പൊട്ടിച്ച് താഴെട്ടല്ലോ. ഫോക്സ് ഇവന് ഗായ്സ് ഞാൻ കുറേ മൈനിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വീട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, നമുക്ക് സ്മൂത്ത് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെക്കട്ടെ. ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കണ്ട, അതിന് വേണ്ടി 4 മതി. ഇനി ഡേർട്ട് എടുക്കണം. ഡേർട്ട് ഇല്ല. ഡേർട്ട് അയ്യോ, ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഇത് അവിടം വരുന്നുണ്ട്. കഴിഞ്ഞില്ല. 4 കഴിഞ്ഞ 5 മതി. സൈഡിൽ വീഡിയോയിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ ചിലപ്പോൾ കളിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നും വീടുണ്ടാക്കാൻ പറ്റില്ല, കാരണം നമുക്ക് വുഡിൻ്റെ എല്ലാം അതുണ്ട്. നമ്മുടെ സ്മൂത്ത് സ്റ്റോൺ റെഡി ആയോ? ഇതിന് പിന്നെ 3 സ്മൂത്ത് സ്റ്റോൺ എടുക്കണം. എന്നിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കി അതിന് ആർമർ സ്റ്റാൻഡിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. മൊത്തം ആർമർ ഉണ്ടാക്കാൻ പറ്റുമോ? അതിനത്ര ഉണ്ട്, നോട്ട് ഇനഫ്. ഇനി ഗൈസ് ഫുൾ ആർമർ ഉണ്ടാക്കാൻ വേണ്ടി ഇനി 4 അയൺ കൂടി വേണം. അപ്പോൾ ഞാൻ അതും ഗ്രൈൻഡ് ചെയ്തിട്ട് കാണാം. ഗൈസ് അയൺ കിട്ടി. ഞാൻ അതിനെ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി നെസസറി ഐറ്റംസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറ്റി വയ്ക്കാം. വീടുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ മാത്രം
ഞാൻ എൻ്റെ കൂടെ വയ്ക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ വയ്ക്കാം. സ്ഥലം ഉണ്ടായാൽ വയ്ക്കാം. സ്ഥലമില്ലെങ്കിൽ എന്താ ചെയ്യാം? അതാ ബെസ്റ്റ്. സ്ഥലമില്ല. അയ്യോ, അവിടെ സോംബി സ്പോൺ ആയിട്ടുണ്ട്. അവിടെ സോംബി സ്പോൺ ആയിട്ടുണ്ട്. സ്മൂത്ത് സ്റ്റോൺ വെച്ച് ഇതെടുത്ത് ഇവിടെ പ്ലാന്റ് അവിടെ നമ്മുടെ ഇതവിടെ സ്റ്റാൻഡ് എവിടെ സ്റ്റാൻഡ് സെർച്ച് ചെയ്യണ്ടേ? എന്താ വേണ്ടേ? സ്ലാബ് വേണോ? പിന്നെ സ്ലാബാ വേണ്ടത്. നമ്മൾ 4 എണ്ണം ഉണ്ടാക്കില്ല. 4 കൊണ്ടാവില്ലേ സ്ലാബ്? ആയി. നമുക്ക് കുറേ ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഒരെണ്ണം ഉണ്ടാക്കി. എന്നിട്ട് എവിടെ വയ്ക്കും? ഇനി അയണിൻ്റെ അത് ഉണ്ടാക്കണ്ട. ആർമർ എന്തൊക്കെ ഉണ്ടാക്കി? ഈ ലെഗിങ്സ്. ഓക്കെ, നമ്മുടെ ഫുൾ ആർമർ റെഡിയാണ്. ഇനി നമുക്ക് ഈ സൈഡ് ഷിഫ്റ്റ് പോയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നമുക്ക് അവിടെ നമ്മുടെ ആർമറിൽ നല്ല ഷോ കേസ് പോലത്തെ വെക്കാം. എന്താ എനിക്ക് ഡാമേജ് ആവാത്ത? എടാ, അയൺ ആർമർ ഇട്ടുകൊണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഇവിടെ വെക്കും. അതിൽ ഇത് പിന്നെ ഇത്. ഓക്കെ ഗായ്സ്, നമ്മുടെ അയൺ ആർമർ റെഡി ആയിരിക്കുന്നു. ഇതിൻ്റെ സൈഡിൽ ചെസ്റ്റ് വയ്ക്കണം. ചെസ്റ്റ് വെച്ചിട്ട് എല്ലാം വാല്യുവേബിൾ സാധനങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ ഇതിനകത്ത് നമുക്ക് വെക്കാം. ബോൺ വാല്യുബിളാണ്. വാല്യുവേബിൾ മാപ്പ്, valuable valuable. Okay. വാല്യുവേബിൾ എല്ലാ സാധനങ്ങളും നമ്മൾ വെച്ചു.
ഇതാ. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും പോരെ. ഈ ബാക്കിയെല്ലാം സാധനങ്ങളില്ലേ, ഈ വേറൊരു ചെസ്റ്റ് ഇവിടെ വെക്കണം. ഇതാ ഈ ചെസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ബാക്കിയെല്ലാം സാധനങ്ങൾ വയ്ക്കാം. ഓക്കെ, ചത്തിട്ടേ പോകുന്നുള്ളൂ. ചത്ത് വേസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പത്തേക്കും ചത്ത്. ഇതിൽ ഹെൽത്ത് ഫുള്ളായി. അപ്പോൾ സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്ര മതിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ബൈ ഞാൻ തരുന്നു. പിന്നെ പ്രാവശ്യം ഹാപ്പി ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും ക്ലാപ്പ് അടിക്കൂ. ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. വാ, ഇന്നത്തെ വീഡിയോക്ക് ഇത്ര മതിയായിരിക്കും. Bye guys.